കണ്ണൂരിൽ CPMന്റെ കോട്ടകൾ തകർത്ത് കോൺഗ്രസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDFിലെ കെ സുധാകരൻ വിജയിച്ചു. CPMലെ കരുത്തനായ MV ജയരാജനായിരുന്നു LDFിലെ സ്ഥാനാർത്ഥി. ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാനായിരുന്നു ജയരാജനെ പാർട്ടി കളത്തിലിറക്കിയത്. എന്നാൽ പാർട്ടിയുടെ ഉരുക്കു കോട്ടകൾ പോലും തകർത്തുകൊണ്ടാണ് സുധാകരൻ വിജയത്തിൻ്റെ വെന്നിക്കുഴി പാറിച്ചത്. കേരളത്തിൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കണ്ണൂരിലെ UDF വിജയത്തിൽ പല നേതാക്കൾക്കും സംശയം ഉണ്ടായിരുന്നു. കപ്പൽ തീരത്തടുപ്പിക്കുമ്പോൾ കപ്പിത്താൻ തോൽക്കുന്നത് UDFന് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. KPCC അധ്യക്ഷനായ സുധാകരനെ സംബന്ധിച്ചും കണ്ണൂർ അഭിമാന പോരാട്ടമായിരുന്നു. അതേസമയം കണ്ണൂരിൽ തങ്ങൾക്ക് വിജയം സുനിശ്ചിതമെന്നായിരുന്നു LDF കരുതിയിരുന്നത്. കഴിഞ്ഞ തവണയും മണ്ഡലത്തിൽ സുധാകരനായിരുന്നു MV. എന്നാൽ അദ്ദേഹം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും ജനങ്ങൾക്കിടയിൽ സുധാകരനെതിരായ വികാരമുണ്ടെന്നും അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുമായിരുന്നു ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. സുധാകരനെ തന്നെ ഇത്തവണയും UDF കളത്തിലിറക്കിയതോടെ CPMന്റെ വിജയപ്പട്ടികയിൽ കണ്ണൂരും ഇടം നേടിയിരുന്നു. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. ഇത്തവണ മണ്ഡലം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് MV ജയരാജൻ കളത്തിലിറങ്ങിയത്. ഒരു കാലത്ത് സുധാകരൻ്റെ അടുത്ത അനുയായിയായിരുന്ന BJP സ്ഥാനാർത്ഥിയായ രഘുനാഥ് UDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടാക്കിയില്ല. സുധാകരനെ സംബന്ധിച്ച് KPCC അധ്യക്ഷ സ്ഥാനത്തിന് ഇളക്കം തട്ടാത്ത ആശ്വാസ വിജയമായിരുന്നു കണ്ണൂരിലേത്.